ബൂട്ട് കെട്ടിയിറങ്ങുന്നു, ചരിത്രങ്ങൾ തീർക്കുന്നു. എന്തൊരു മനുഷ്യനാണ് അയാൾ! തന്റെ വേട്ടയെ അവസാനിപ്പിച്ചു എന്ന് ഇരകളെ തോന്നിപ്പിച്ചുകൊണ്ട് അയാൾ വീണ്ടും ചരിത്രങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും തീരാതെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആ ചരിത്രം. അയാൾ ഇന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ അധിപനായിരിക്കുകയാണ്. ഒന്നും കീഴടക്കാൻ ബാക്കിയില്ലാതെ തന്റെ ഇടം കാലിൽ എല്ലാ റെക്കോർഡുകളും കീഴടക്കിക്കൊണ്ട്. ഇന്റർനാഷണൽ ഫ്ലോപ്പ് എന്നും ക്ലബ്ബ് പ്ലെയർ എന്നും വിളിച്ചവർ ഇപ്പോൾ എവിടെയാണ്? അയാൾ ഇന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ചരിത്രങ്ങൾ തീർക്കുന്നത് നിങ്ങളൊന്നും കാണുന്നില്ലേ? ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ടൂർണമെന്റായ വേൾഡ് കപ്പ് എത്ര ലാഘവത്തോടെയാണ് അയാൾ സമീപിക്കുന്നത്. 2022 വേൾഡ് കപ്പ് നേടി ലോക ഫുട്ബോളിന്റെ രാജാവായി അയാൾക്ക് പടിയിറങ്ങാമായിരുന്നു. എന്നാൽ അയാൾ പടിയിറങ്ങാതെ അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി അർജന്റീനയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ ഒരുങ്ങുന്നു. പല വിമർശനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആ പ്രായമായ ലയണൽ മെസ്സിക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുവരെ. 2026 അർജന്റീനയുടെ ആദ്യ കളി അൾജീരിയയുമായിട്ടായിരുന്നു. മത്സരത്തിൽ ലയണൽ മെസ്സി ഹാട്രിക് നേടുന്നു. വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മൻ ഇതിഹാസം ക്ലോസയ്ക്ക് കൂടെ അയാളും എത്തുകയാണ്. കൂടാതെ വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് പോലും ഇല്ല എന്ന തന്റെ കുറവ് അയാൾ നികത്തുന്നു. അടുത്ത മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെയും അയാൾ അയാളുടെ പ്രേരം ഏൽപ്പിക്കുകയാണ്. ഓസ്ട്രിയക്കെതിരെ 2 ഗോളുകൾ നേടുന്നു. ആദ്യം ഒരു പെനാൾട്ടി പായാക്കിയെങ്കിലും പിന്നീട് ലോക ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ലയണൽ മെസ്സി 2 ഗോളുകൾ നേടുകയാണ്. അങ്ങനെ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി ലയണൽ മെസ്സി എത്തുന്നു. നിലവിൽ അർജന്റീന അവരുടെ ഗ്രൂപ്പിലെ ടോപ്പ് തന്നെയായിരുന്നു. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് 6 പോയിന്റുമായി അർജന്റീന 1-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു മത്സരത്തിലേക്ക് അർജന്റീന ബൂട്ട് കെട്ടിയപ്പോൾ ലയണൽ മെസ്സി ആദ്യ 11-ൽ ഇല്ലായിരുന്നു. തന്റെ കോച്ചായ ലയണൽ സ്കലോണിയോട് അയാൾ തന്നെ പറയുകയായിരുന്നു താൻ ബെഞ്ചിൽ ഇരുന്നോളാമെന്ന്, മറ്റു താരങ്ങൾക്ക് അവസരം ലഭിക്കാനായി തന്നെ. അർജന്റീനയുടെ 2 മത്സരങ്ങളിലും അർജന്റീന വിജയിച്ചത് അയാൾ കാരണം മാത്രമായിരുന്നു. ആദ്യ മത്സരത്തിൽ ലയണൽ മെസ്സി ഹാട്രിക് നേടുകയാണ്. 2-ാം മത്സരത്തിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് 2-0 എന്ന സ്കോറിൽ അർജന്റീന വിജയിക്കുന്നു. അർജന്റീന നേടിയ ഈ ടൂർണമെന്റിലെ 5 ഗോളുകളും ലയണൽ മെസ്സി നേടിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി മാത്രമേ കളിക്കുന്നുള്ളൂ എന്നും വേറെ താരങ്ങൾക്ക് അവസരം ലഭിക്കുന്നില്ല എന്നും വേറെ താരങ്ങളൊന്നും അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നും ഒരുപാട് വിമർശനം വന്നിരുന്നു. അവർക്കുള്ള മറുപടിയായിരുന്നു ഈ മത്സരം. ആദ്യ 11-ൽ ലയണൽ മെസ്സി ഇല്ലായിരുന്നു. ഓട്ടമെൻഡിയാണ് അർജന്റീനയുടെ ക്യാപ്റ്റനായി കളത്തിലേക്ക് ഇറങ്ങിയത്. മത്സരത്തിന്റെ 19-ാം മിനിറ്റിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ ആ കിക്ക് ആരെടുക്കുമെന്ന സംശയം എന്റെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവിടെ ചരിത്രം തീർത്തുകൊണ്ട് ലോസെൽസോ അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. ജോർദാൻ ഗോൾ കീപ്പറിനൊന്നും അനങ്ങാൻ പോലും സാധിക്കാതെ അയാളത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി ആ മത്സരത്തിലെ ആദ്യ ഗോൾ നേടുകയാണ്. എന്ത് മനോഹരമായ ഗോൾ! അർജന്റീന മത്സരത്തിൽ ലീഡ് ഉയർത്തിയിരിക്കുകയാണ്. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തിയ മനോഹരമായ ഒരു മുഹൂർത്തത്തിനു കൂടി ഫുട്ബോൾ ലോകം സാക്ഷിയായിരിക്കുന്നു. ആ ഗോൾ കണ്ടിരിക്കുന്ന ലയണൽ മെസ്സിയുടെ മുഖത്ത് പ്രത്യേകമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അയാൾക്കറിയാം ഇതൊരു പക്ഷേ അയാളുടെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും. തനിക്ക് ശേഷം അർജന്റീന ടീമിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. എന്നാൽ ഇന്ന് അർജന്റീനൻ ടീം ഭദ്രമാണ്. അവർക്ക് ഒറ്റയ്ക്ക് ചരിത്രങ്ങൾ തീർക്കാൻ കഴിയുന്നുണ്ട്. മികച്ച താരങ്ങൾ എല്ലാ പൊസിഷനിലും ഇന്ന് അർജന്റീനക്കുണ്ട്. അർജന്റീന വരും കാലങ്ങളിൽ ഫുട്ബോളിൽ ഒരിക്കൽ കൂടി ചരിത്രങ്ങൾ തീർക്കുമെന്ന് നമുക്ക് തീർച്ചയായും പറയാം. മത്സരത്തിന്റെ 31-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി ലാറ്ററോ മാർട്ടിനസ് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നതിലൂടെ അർജന്റീന മത്സരത്തിലെ 2ാമത്തെ ഗോളും നേടുകയാണ്. അർജന്റീന മത്സരത്തിൽ വീണ്ടും ഗോൾ നേടിക്കൊണ്ട് അവരുടെ ആധിപത്യം ആ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുന്നു. ആദ്യ 2 മത്സരങ്ങളിലും അർജന്റീന ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ജോർദാനുമായുള്ള മത്സരത്തിൽ 55-ാം മിനിറ്റിൽ ജോർദാൻ ലക്ഷ്യം കാണുന്നു. ഓരോ ജോർദാൻ ആരാധകരെയും ഫുട്ബോൾ ആരാധകരെയും ആവശ്യപ്പെടുത്തി മത്സരത്തിന്റെ സ്കോർ ബോർഡ് 2-1 എന്നായിരിക്കുകയാണ്. ഇവിടം വരെ അർജന്റീനയുടെ മത്സരം മികച്ച രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു. പിന്നീടാണ് അർജന്റീനയുടെ മിശ ഫുട്ബോളിന്റെ രാജാവ് ഇടം കാലൻ മാന്ത്രികൻ ലയണൽ മെസ്സി കളത്തിലേക്ക് ഇറങ്ങുന്നത്. അയാൾ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ആവേശമായിരുന്നു. അവസാനം കളിച്ച 2 മത്സരങ്ങളിലും അയാൾ ഗോൾമഴ പെയ്യിപ്പിച്ചതാണ്. നിലവിൽ ഗോൾഡൻ ബൂട്ടിൽ മുൻപിൽ നിൽക്കുന്നതും അയാൾ തന്നെയാണ്. ഗോളടിച്ച് കൂട്ടാനുള്ള ഒരു അവസരം തന്നെ പാഴാക്കിക്കൊണ്ടായിരുന്നു അയാൾ ബെഞ്ചിലിരുന്നത്. എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അയാൾ ബൂട്ട് കെട്ടി കളത്തിലേക്ക് ഇറങ്ങുന്നു.
എന്താണ് ലയണൽ മെസ്സി, ആരാണ് ലയണൽ മെസ്സി എന്നും അറിയാൻ അധികമൊന്നും സമയമെടുത്തില്ല. അതെ, അയാൾ ബൂട്ട് കെട്ടിയതിനു ശേഷം 20 മിനിറ്റുകൾക്കപ്പുറം അർജന്റീനക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ആ ഇടം കാലുകൊണ്ട് അയാൾ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ഫുട്ബോൾ ആരാധകരെ ഒന്നടക്കം രോമാഞ്ചപ്പെടുത്തുന്നു. അതെ, ലയണൽ മെസ്സി ഇതാ ഗോൾ നേടിയിരിക്കുന്നു. അയാൾ ബൂട്ട് കെട്ടിക്കൊണ്ട് ഇന്ന് ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അതെ, ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും ലയണൽ മെസ്സി ഗോൾ നേടിയിരിക്കുന്നു. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത് 39-കാരനായ ലയണൽ മെസ്സിയാണ്. അത് യുവതാരങ്ങളായ എർലിംഗ് ഹാലൻഡും കിലിയൻ എംബാപ്പയും എല്ലാം ആ ഗോൾഡൻ ബൂട്ടിന് വേണ്ടി മത്സരിക്കുമ്പോൾ ലയണൽ മെസ്സി ഇവിടെ അവർക്ക് മുകളിൽ രാജാവായി നിൽക്കുകയാണ്. അത് വേൾഡ് കപ്പിൽ നിന്ന് അയാൾ ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതാണ് ഫുട്ബോൾ ലോകം കാണുന്നത്. അത് ഇന്ന് അയാൾ നേടിയ റെക്കോർഡുകൾ ഇവയാണ്. അത് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡ് പോസ്റ്റിൽ നിന്നും ഗോൾ നേടിയ താരം, തുടർച്ചയായി 7 മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ ഗോൾ നേടിയ താരം. അത് കഴിഞ്ഞ പ്രീ ക്വാർട്ടറിൽ തുടങ്ങിയതാണ് അയാളുടെ ഈ വേട്ട. അത് 2022 പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെ ഗോൾ നേടുന്നു. പിന്നീട് നെതർലാൻഡ്സിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയും അവസാനം ഫൈനലിൽ ഫ്രാൻസിനെതിരെ 2 ഗോളുകളും അയാൾ നേടി. നിലവിൽ ഇപ്പോൾ 2026 വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങളിലും അയാൾ ഗോൾ നേടിയിട്ടുണ്ട്. അതെ, അയാളെ തടയുക എന്നത് ഇന്ന് അസാധ്യമായ ഒരു കാര്യമായിരിക്കുകയാണ്. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ലോകമെമ്പാടുമുള്ള എത്രയോ പ്രശസ്തമായ കോച്ചുമാരും പ്രശസ്തമായ ഡിഫൻഡർമാരും അതിന് ശ്രമിച്ചതാണ്. എന്നാൽ ഒടുക്കം എല്ലാവരും തോറ്റു മടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, അയാൾ പ്രായം കൊണ്ട് ഒരിക്കലും തളരുന്നില്ല. തന്റെ 39-ാം വയസ്സിലും അയാൾ ഒരിക്കൽ കൂടെ ചരിത്രം ആവർത്തിക്കാൻ വരികയാണ്.